ഹലോ സുന്ദരീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ്സാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നമ്മൾ അങ്ങനെ ഓൺ ആക്കി വെക്കാനായിട്ട് പറയുന്നത്. അപ്പം 1499 ജോർജറ്റിൻ്റെ പാർട്ടി വെയർ കളക്ഷൻസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ലൈനിങ് അവൈലബിൾ ആണ്. ലൈനിങ്ങും പാൻറ്റിൻ്റെ തുണിയും കൂടെ 4 മീറ്ററാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 1499 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം നല്ല നല്ല കളേഴ്സും കൂടുതലും ഡാർക്ക് ഷെയ്ഡ്സാണ് പാർട്ടി വെയറിൽ വരുന്നത്. കാരണം ആ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഷെയ്ഡിലാണ് കൂടുതലും അത് വരുന്നത്. അപ്പം കൂടുതലും എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മുഴുവനും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ലൈറ്റ് ഷെയ്ഡുകൾ വൈറ്റ്, ലാവണ്ടർ, ആഷ് കളറൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമെന്നത് നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ ആർക്കെങ്കിലും നിങ്ങൾക്ക് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതലും ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്, സ്റ്റോക്ക് അപ്ഡേഷനൊക്കെ ചെയ്യുന്നത്, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിലാണ്. അപ്പം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്, ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ അപ്ഡേഷൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ 1450 രൂപയുള്ള, തൊട്ട് മുന്നേ വരെ ഉള്ളതിനായിരുന്നു 1499. ഇതൊക്കെ ജോർജറ്റിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡാണ്, എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. 1450 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് പോകുന്ന റെസ്പോൺസ് ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തത്. അപ്പം ഈ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് പിന്നെയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പഴയ ആൾക്കാർ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് കേട്ടോ. കാരണം അവരായിരിക്കുമല്ലോ ബുക്കിംഗ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വന്നിട്ട് ഓർഡർ ഇല്ലാതെ ക്യാൻസലായി പോകുന്നത്, ഐറ്റംസ് ഇല്ലാതെ ക്യാൻസലായി പോകുന്നത് കൊണ്ടാണ് പിന്നെയും നമ്മൾ റീസ്റ്റോക്ക് വന്നതിന് ശേഷം ആ ഒരു ഫോട്ടോസ് വെച്ചിട്ട് തന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതലും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം റീസ്റ്റോക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുതിയ അപ്ഡേഷൻസും ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ അപ്ഡേഷൻസ് ആയാലും അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു 5 പ്രോഡക്റ്റ് മിസ്സായി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അടിപൊളി വെറൈറ്റി കളക്ഷൻസൊക്കെ ബുക്ക് ചെയ്യുക. ഓഫറൊക്കെ ഉണ്ട്, ചെറിയ തോതിലൊക്കെ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം കസ്റ്റമർ ആയാലും റീസെല്ലർ ആയാലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർഡർ ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതല്ലാതെ വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്. ക്യാഷ് നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അഡ്രസ്സും അയച്ച് അത് കഴിയുമ്പോഴേക്കും നമുക്ക് പേയ്മെൻറ്റ് എടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഓപ്ഷനില്ല. കാരണം ഫസ്റ്റ് തന്നെ ബില്ലടിച്ച് കയറി പോകും സാധനം. അപ്പം അതുകൊണ്ട് മാക്സിമം ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മെറ്റീരിയൽസൊക്കെ റീചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് റീചെക്ക് ചെയ്ത് ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് അയ്യോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനില്ല മാറ്റിയെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും ശ്രമിക്കണേ. ഓക്കെ.